ഫെസ്റ്റിവൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് പ്ലാൻ സെലക്ട് ചെയ്യാനായിട്ടാണ് ഉണ്ടാവുക. ആദ്യമായിട്ട് നമ്മൾ ഫെസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ട്രയൽ പ്ലാൻ എടുത്തു പോകാം. ട്രയൽ പ്ലാൻ ആകുമ്പോൾ 3 ദിവസമാണ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുക. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ട്രയൽ പ്ലാനിൻ്റെ നേരെയുള്ള കണ്ടിന്യൂ കൊടുക്കാം. നമുക്ക് 3 ദിവസം ട്രയൽ പ്ലാൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ 3 ദിവസം കഴിയുന്ന സമയത്ത് നമുക്ക് എന്തായാലും അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ട്രയൽ പ്ലാൻ തന്നെ ലിമിറ്റഡ് ആയതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അപ്ഗ്രേഡ് ചെയ്ത് പോവേണ്ടി വരും. അപ്പോൾ താഴെ നമുക്ക് ഓപ്ഷൻ കാണാൻ കഴിയും അപ്ഗ്രേഡ് എന്നുള്ളത്. ഏത് പേജിലേക്ക് പോയി കഴിഞ്ഞാലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകും. അത് ഡെസ്ക്ടോപ്പിലാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഈ അപ്ഗ്രേഡ് ട്രയൽ എൻഡ്സ് ഇൻ 3 days എന്നതിന് നേരെയുള്ള അപ്ഗ്രേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റു പ്ലാനുകൾ കാണാൻ കഴിയും. ഇതിൽ ബേസിക് പ്ലാൻ ഉണ്ട്, പ്രോ പ്ലാൻ ഉണ്ട്, അൾട്രാ പ്ലാൻ ഉണ്ട്. നമ്മുടെ സാധാരണ മദ്രസകൾക്കും സാധാരണ ഒരു ഫെസ്റ്റ് മാത്രം നടക്കുന്ന സബ് ഫെസ്റ്റുകളൊന്നും ഇല്ലാത്ത സ്കൂളുകൾക്കൊക്കെ ആണെങ്കിൽ ബേസിക് പ്ലാൻ തന്നെ മതിയാകും. മറ്റ് നല്ല രീതിയിൽ ബ്രാൻഡിങ് ഒക്കെ നടത്തിയിട്ട് വരുന്ന സ്കൂളുകളൊക്കെ ആണെങ്കിൽ പ്രോ പ്ലാൻ ആണ് അവർ ചൂസ് ചെയ്യേണ്ടത്. അതിനുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മൾ മദ്രസകളൊക്കെ ബേസിക് പ്ലാൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. ബേസിക് പ്ലാന് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കൂപ്പൺ കോഡിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഇതിപ്പോൾ മദ്രസകളാണെങ്കിലും മദ്രസയുടെ ഇപ്പോൾ ക്യാമ്പയിൻ കഴിഞ്ഞു, ക്യാമ്പയിൻ്റെ വിജയികളാണെങ്കിലൊക്കെ അവർക്ക് കൂപ്പൺ കോഡ് ലഭിച്ചിട്ടുണ്ടാവും. ഈ കൂപ്പൺ കോഡ് അവർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഡിസ്കൗണ്ട് ആണോ പറഞ്ഞത് അത്രത്തോളം ഡിസ്കൗണ്ട് ഇവിടെ അവൈലബിൾ ആവും. അപ്പോൾ കൂപ്പൺ കോഡ് ഇവിടെ കൊടുക്കുക. കൂപ്പൺ കോഡ് എത്രയാണോ ഉള്ളത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണോ നിങ്ങൾ പറയപ്പെട്ട ഡിസ്കൗണ്ട് അതിവിടെ വരുന്നത് കാണാൻ കഴിയും. ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഈ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബില്ലിങ്ങിൻ്റെ പേജിലാണ് ഉണ്ടാവുക. താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഒരു QR കോഡ് കാണാൻ കഴിയും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് അതിൽ പേയ്മെൻറ്റ് ചെയ്ത ശേഷം കോണ്ടാക്റ്റ് അസ് എന്ന ബട്ടൺ മേലെ കാണാൻ കഴിയും. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം വാട്സപ്പിലേക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് പോകാൻ കഴിയും. ഈ മെസ്സേജിൽ നമ്മുടെ ഏത് പ്ലാനാണ് സെലക്ട് ചെയ്തത്, അതുപോലെ നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ പേര്, എത്രത്തോളം എമൗണ്ട് ആണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തത്, അതുപോലെ നമ്മളെ റിക്വസ്റ്റ് ID കൂടെ ഉണ്ടാവും. ഈ മെസ്സേജ് നമ്മൾ ആ ഒരു വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് റിവ്യൂ ചെയ്ത ശേഷം ഫെസ്റ്റിയുടെ ടീമിൽ നിന്ന് ഇതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. ഈ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾ ഏത് പ്ലാനാണോ റിക്വസ്റ്റ് ചെയ്തത് ആ പ്ലാനിലേക്കുള്ള ആക്സസ് ലഭിക്കുന്നതുമാണ്. പേയ്മെൻറ്റ് വെരിഫൈ ചെയ്ത ശേഷം നമുക്ക് നേരത്തെ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ട്രയൽ പ്ലാനിൽ നിന്ന് ബേസിക് പ്ലാനിലേക്ക് മാറിയതായിട്ട് കാണാൻ കഴിയും. നമുക്ക് പേയ്മെൻറ്റ്സിൻ്റെ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്രയാണോ പേയ്മെൻറ്റ് ചെയ്തത് ആ പേയ്മെൻറ്റും ഇവിടെ കാണാൻ കഴിയും.